ഇതിൽ ഫസ്റ്റ് ഹെഡിങ് വന്നിട്ടുള്ളത് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു ഹെഡാണ്. അപ്പൊ ഈ ഹെഡ് വരാനുള്ള കാരണം ഡെപ്യൂട്ടി സ്പീക്കറുടെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ലോക്സഭയിൽ എലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് 2024 പുതിയ ലോക്സഭ ഇലക്ഷൻ നടന്നു. ലോക്സഭ ഇലക്ഷനിലൂടെ സ്പീക്കർ വന്നു, ഡെപ്യൂട്ടി സ്പീക്കർ വന്നു. സോ അതായിരുന്നു ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയാവുന്നത്. സോ ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ആ പേര് പറയുമ്പോൾ തന്നെ അറിയണം, ഇറ്റ്സ് അബൌട്ട് ദ ലോക്സഭ. അതുപോലെ തന്നെ ലോക്സഭയിലും ആയിരിക്കാം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ആയിരിക്കാം എന്നുള്ള ടേം അറിയണം. അപ്പൊ ഇത്തരത്തിലുള്ള ടേമുകൾ നമ്മൾ ഒരുപാട് തവണ ഇനിയും പല ടെർമിനോളജികളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് ഉദാഹരണത്തിന് സ്പീക്കർ എന്നുള്ള കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം പറയും. അതുപോലെ തന്നെ രാജ്യസഭയെ കുറിച്ച് പറയുമ്പോൾ ലോക്സഭയെ കുറിച്ച് പറയും. സോ ഇങ്ങനെ ഇതെല്ലാം എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ്, എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കിടക്കുന്ന സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു സ്റ്റഡി തറോലി. അതായത് എപ്പോഴും ഒരു ടോപ്പിക്ക്, പ്രത്യേകിച്ച് അറിയാലോ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ GK പഠിക്കുന്നത് പലപ്പോഴും എന്താണ് പലർക്കും ചിലർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, GK പഠിക്കാനായിരിക്കും താല്പര്യം. എന്നാൽ മേ ബി നേരെ ഓപ്പോസിറ്റും ഉണ്ടാവാം. അതായത് GK ബുദ്ധിമുട്ടുമാണ് ഒരു സെൻസിൽ. കാരണം ഇത് ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു സ്പെസിഫിക് അല്ല. അതായത് GK ഇപ്പോൾ ഓക്കെ, നമുക്ക് GK എന്നുള്ളത് ഇപ്പോൾ മാത്സ് അല്ലെങ്കിൽ റീസണിങ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഏതൊരു എക്സാം ആയാലും ഏതൊരു പാറ്റേണിലായാലും, അതായത് ഈ വെദർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഓർ എൻട്രൻസ് എക്സാം, കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, സിലബസ് ഉണ്ട്. അത് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പാണ്. ബട്ട് നമുക്ക് ഇപ്പൊ GK സെൻസിൽ നമുക്കിപ്പോ ജോഗ്രഫി, ഹിസ്റ്ററി, ഇക്കണോമിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോന്നിലും എന്തുണ്ട്, ഇതൊരു വൈഡ് ഏരിയ ആണ്, വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് പറയാനായിട്ട് പെട്ടെന്ന് എളുപ്പമല്ല. ബട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയകൾ നമുക്കിത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു വൈഡ് ആംഗിളിൽ പഠിക്കുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ സ്പീക്കർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്പീക്കർ ആര്, അങ്ങനെ അത് മാത്രമല്ല, ഇപ്പൊ സ്പീക്കർ എന്താണ്, സ്പീക്കറെ സെലക്ട് ചെയ്യുന്ന രീതി എന്താണ്, സ്പീക്കർ സിസ്റ്റം എവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള ഒരു ജനറൽ ഐഡിയ സ്പീക്കറെ കുറിച്ച് എല്ലാം തന്നെ അപ്പൊ തന്നെ പഠിക്കണം. ഓക്കെ, അങ്ങനെ പഠിക്കുന്നതാണ്. പ്ലസ് നമ്മൾ ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു പോകാൻ സാധിക്കുള്ളൂ. ഒരു ടോപ്പിക് ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമല്ല. ബിക്കോസ് ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളതാണ് നമ്മളുടെ കോണ്ടെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ച് പറയുന്നത് നോക്കാം. ഇവിടെ പറയുന്നത് ഒപ്പോസിഷൻസ് ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ഇൻ ലോക്സഭ. Its members are hoping to get the post of deputy speaker. There was no deputy speaker for the entire duration of the 17th Lok Sabha. അതായത് കഴിഞ്ഞ ടേമിൽ 2019 മുതൽ 2024 വരെയുള്ള ടേമിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള പോസ്റ്റ് വേക്കന്റ് ആയിരുന്നു. ഇതിന് കാരണം ഓൾമോസ്റ്റ് എപ്പോഴും സംഭവിക്കാറുള്ളത്, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു ഒപ്പോസിഷൻ പാർട്ടിയിലെ വ്യക്തിയെ അല്ലെങ്കിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് വിളിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒപ്പോസിഷൻ പാർട്ടി ഏത് എന്നുള്ള രീതിയിലാണ് വിളിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ മേജർ പാർട്ടികളൊന്നും ഇല്ലെങ്കിൽ പലപ്പോഴും എന്തുണ്ടാവില്ല, ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള പദവിയിലേക്ക് ഇലക്ഷൻ തന്നെ നടക്കില്ല. അല്ലെങ്കിൽ അതിൽ ഇലക്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ നോർമലി ചിലപ്പോൾ ഇലക്ഷൻ ഇല്ലാതെ തന്നെ സെലക്ട് ആവും. സോ ഇലക്ഷന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളതാണ്, ദർ വാസ് നോ ഡെപ്യൂട്ടി സ്പീക്കർ ഫോർ എൻറ്റയർ സെഷൻ. അത് മുൻപത്തെ സെഷനിൽ ഡെപ്യൂട്ടി സ്പീക്കറെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ ബാക്ക്ഗ്രൗണ്ട് പറയാണ്, എന്താണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് 4 deputy speakers from 52 to 69 were from ruling Congress. അതുപോലെ തന്നെ the opposition had the post of deputy speaker continuously from 1992 to 2014. അതൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 95(1) അതാണ് പറയുന്നത്, the deputy speaker performs the duties of speaker if the post is vacant എന്ന് പറയുന്നു. ആരുടെ പോസ്റ്റ് വേക്കന്റ് ആണെങ്കിൽ, സ്പീക്കറുടെ പോസ്റ്റ് വേക്കന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആ ജോലി നിർവഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ കേരളത്തിന്റെ സ്പീക്കർ ആരാണ്? ഞാൻ കേരളത്തിന്റെ ചോദിക്കാം. ലോക്സഭയിലുണ്ട്, കേരള നിയമസഭയുടെ സ്പീക്കർ ആരാ?
ആരാണ്? എനിവൺ ആൻസർ? ഓക്കെ, സുകൃത ഫസ്റ്റ് ജോയിൻ ചെയ്തതാണോ? ഫസ്റ്റ് ക്ലാസ് ആണോ സുകൃത? ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ആ, സുകൃത. ഓക്കെ ഓക്കെ, സുകൃതയ്ക്കോ? ഓക്കെ, ഓഡിബിൾ അല്ലേ? യെസ് യെസ്, ഫൈൻ. സോ ഓക്കെ, എന്താണ് ആൻസർ? ഷംസീർ അല്ലേ? എൻ ഷംസീർ, യെസ് കറക്റ്റ്. ഓക്കെ, സോ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ എൻ ഷംസീർ ആണ്. ലോക്സഭ സ്പീക്കർ ആരാ? ലോക്സഭ സ്പീക്കർ ആരാണ്? അനുഷ? ഓഡിബിൾ അല്ലേ അനുഷ? ഓർമ്മയില്ല. ഓക്കെ, വേറെ എനിവൺ ഓം എനിവൺ ബിർള. ക്യാൻ ആൻസർ? ഓം ഓക്കെ, ബിർള ഓം അല്ലേ? ബിർള. അതെ അതെ അതെ, യെസ് യെസ്. ഓക്കെ, ഓം ബിർള. അത് കഴിഞ്ഞ സെഷനിലും ഓം ബിർള ആയിരുന്നു, ആൻഡ് ദിസ് സെഷൻ ഓൾസോ ഓം ബിർള. ഓക്കെ, അപ്പൊ അതൊരു ജനറൽ ജസ്റ്റ് എന്താണ്, ഇറ്റ്സ് എ GK, അല്ലെങ്കിൽ നമ്മളത് കറണ്ട് അഫെയറും ആണ്. സോ കറണ്ട് അഫെയർ മോഡലിൽ നമ്മൾ ചോദിച്ചു എന്ന് മാത്രം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പോയിന്റുകൾ അതാണ്. അതായത് ഡെപ്യൂട്ടി സ്പീക്കർ ഹാസ് ദ സെയിം ജനറൽ പവേഴ്സ് ഓഫ് ദ സ്പീക്കർ വെൻ പ്രിസൈഡിങ് ഓവർ ദ ഹൗസ്. അതുപോലെ തന്നെ ഓൾ റെഫറൻസസ് ടു ദ സ്പീക്കർ ഇൻ ദ റൂൾസ് ആർ ഡീംഡ് ടു ബി റെഫറൻസസ് ടു ദ ഡെപ്യൂട്ടി സ്പീക്കർ ആസ് വെൽ. Speakers and deputy speaker must be appointed as soon as may be. Article 93 states that the house of the people. Okay, അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കുക. 93, അതുപോലെ 178. 178 സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും എല്ലാം കറസ്പോണ്ടിങ് പ്രൊവിഷൻസ് പറയുന്നു. സോ അതായത് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 178 contains the corresponding provision for the speakers and deputy speakers in the സ്റ്റേറ്റ് അസംബ്ലി. അതായത് സ്റ്റേറ്റ് അസംബ്ലിയിലെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും പദവികളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പറയുന്നതാണ് 178. ഇത് ലോക്സഭയിലെ കേസിലാണെങ്കിൽ പറയുന്നതാണ് 95 എന്ന് പറയുന്നത്. ഓക്കെ, 95, 93 ഒക്കെ പറയുന്നുണ്ട്, അതായത് അപ്പോയിന്റ് ചെയ്യുന്ന കേസുകളിൽ. അപ്പൊ ഇവിടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള പദവിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മെയിൻ പോയിന്റ് അതാണ്, ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കറുടേതായ അധികാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ മിക്കവാറും നമ്മളിവിടെ എഴുതിയിട്ടുള്ള പോയിന്റ്, അതായത് അഥവാ സ്പീക്കർ ഇല്ലെങ്കിൽ ചാർജ് ചോദിക്കുന്നത്. അപ്പൊ സ്പീക്കർ ഇല്ലാത്ത അവസരത്തിൽ എല്ലാ ചാർജും ഏറ്റെടുക്കുന്ന വ്യക്തി ഡെപ്യൂട്ടി സ്പീക്കറാണ്. ദെൻ ഇവിടെ ഒരു ഹെഡിങ്, വേറൊരു ക്വസ്റ്റ്യൻ പോലെ ചെയ്തിരിക്കുകയാണ്. ഈസ് ഇറ്റ് മാൻഡേറ്ററി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് എ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതായത് ഡെപ്യൂട്ടി സ്പീക്കർ വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് സ്പെസിഫൈ എ ടൈം ഫ്രെയിം ഫോർ മേക്കിംഗ് ദ അപ്പോയിന്റ്മെന്റ്. It is this gap in this provision that allows government to delay or avoid appointing a deputy speaker. അപ്പൊ ഈ ഒരു പ്രൊവിഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോണ്ടെക്സ്റ്റും ഇത് തന്നെയാണ്. കഴിഞ്ഞ സെഷനിൽ 2019 മുതൽ 2024 വരെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ആദ്യം നമുക്ക് തോന്നേണ്ട ചോദ്യം അത് തന്നെയാണ്, ഡെപ്യൂട്ടി സ്പീക്കറെ അപ്പൊ അപ്പോയിന്റ് ചെയ്യാതെ ഇരിക്കാമോ? സോ അതിനുള്ള ആൻസർ ആണ്, ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായ സമയത്തിനുള്ളിൽ അപ്പോയിന്റ് എന്നൊന്നും പറയുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ എന്ത് ചെയ്യാം? മേ ബി മേക്ക് എനി ഡിലേ, അതിൽ ഡിലേ വരുത്താം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിലേ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ എന്താവും, നോൺ അപ്പോയിന്റ്മെന്റും ആവാം, അതായത് അപ്പോയിന്റ് ചെയ്യാതിരിക്കലും ആവാം എന്നുള്ളതാണ്. സോ അവോയ്ഡിങ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓൾസോ വിച്ച് മേ ഹാപ്പൻ. അപ്പൊ അതിന് കാരണം അത് നിർബന്ധമില്ലാത്തൊരു സംഭവം ആയതുകൊണ്ടാണ്. Okay, however, Article 178 ഈ രണ്ട് കേസുകളിൽ, അതായത് എക്സ്പെർട്ട് പറയുന്നു 93 and 178 പ്രകാരം the word and not only is the election of the speaker and deputy speaker mandatory, it must be held at the earliest എന്നാണ് പറഞ്ഞത്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന വേർഡിങ്സ് ആണ്. പ്രത്യേകിച്ച് എല്ലാ നിയമങ്ങളിലും നമ്മൾ ആക്ടുകളൊക്കെ പഠിക്കുമ്പോഴുള്ള പ്രത്യേകത ആണ്. ചില കേസുകൾ ഉണ്ടാവും. ഇപ്പോ
IPC, CRPC ഇങ്ങനെയുള്ള ക്രൈം ഓർ CPC പോലുള്ളതൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഏതൊരു നിയമം പഠിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ കാണാം ദ പോലീസ് ഓഫീസർ മേ, അല്ലെങ്കിൽ ദ പോലീസ് ഓഫീസർ ഷാൾ. സോ ഈ മേ, ഷാൾ എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ബിക്കോസ് മേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തില്ല, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, നിർബന്ധമല്ല. എന്നാൽ ഷാൾ എന്ന് ഉപയോഗിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി പവർ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 178 സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, ഇൻ ദ വേർഡ്സ് ഷാൾ ആൻഡ് ആസ് സൂൺ ആസ് മേ ബി എന്നുള്ള വാക്ക്. അപ്പൊ അതിനർത്ഥം പറയുന്നു, എക്സ്പെർട്ടുകൾ പറയുന്നതാണ്. അപ്പൊ നമുക്കിത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഇന്റർപ്രറ്റഡ്. ഓക്കെ, നമ്മളിപ്പോ ഒരു വ്യക്തി പറയുന്ന കാര്യം തന്നെയാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഇൻ ഡിഫറെന്റ് വേസ്. അവരെയാണ് നമ്മൾ എക്സ്പെർട്ട് ആയിട്ട് പറയുക, അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ചെയ്യുന്നത് അത് തന്നെയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പല രീതിയിൽ എന്ത് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം, അത് വ്യാഖ്യാനിക്കാം. സോ നമുക്ക് ഒരു ടേമിൽ തോന്നും ഇത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷെ അതിന് വേറൊരു മാനറിസം ഉണ്ട് എന്നും, അല്ലെങ്കിൽ വേറൊരു വേർഡിങ് ഉണ്ട് എന്നൊക്കെ കണ്ടെത്താം, ഇന്റർപ്രറ്റ് ചെയ്യാം. സോ അങ്ങനെയാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കിയാൽ കാണാം പല കേസുകളിലും ഒരേ കേസുകൾക്ക്, ഒരേ നേച്ചറുള്ള കേസുകളിൽ തന്നെ രണ്ട് വിധികൾ കാണാം. അതായത് ഒരു ജഡ്ജി പറയുന്നത് ഒരാളെ, ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിൽ തന്നെ എന്താണ് ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള മർഡർ കേസുകളുണ്ട്. അപ്പൊ അതില് കൽക്കത്ത കേസ് ഉണ്ടായി, അതുപോലെ തന്നെ കേരളത്തിൽ കേസ് ഉണ്ടായി. സോ ഇത് ഒരുപാട് എന്ത് വരുന്നു, കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പാരിസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ജഡ്ജ് ആണ്. അപ്പോ ഒരു ദിക്കില് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു, മറ്റൊരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല. പക്ഷെ അതിന്റെ മേ ബി മാനറിസം, അല്ലെങ്കിൽ അതിന്റെ പെക്യുലാരിറ്റി, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഒരുപോലെ ആയിരിക്കാം. ബട്ട് ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ അതിന്റെ എവിഡൻസ് കളക്ഷൻ, പിന്നെ ഇതിന്റെ ജഡ്ജ്മെന്റ്, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ വളരെ എന്തായിരിക്കും, ഓരോ കേസിലും ഡിഫറെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് എന്ത് പറയാൻ പറ്റില്ല, അതിൽ അങ്ങനെ കൊടുത്തല്ലോ ഇതിൽ കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ വി കനോട്ട് ഇക്വലേറ്റ്, അതിനെ ഇക്വലന്റ് ആയിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ പ്രത്യേകത. അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ചില കേസുകളിൽ പോരായ്മയായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് വി കനോട്ട് സി ആസ് എന്താണ്, അതിനെ എങ്ങനെ കാണാൻ പറ്റില്ല. അതായത് ചില കേസുകളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായമായിരിക്കില്ല ജഡ്ജ്മെന്റ്. ഓക്കെ, അപ്പൊ അത് ഇവിടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കറുടെ കേസിലും അതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന വേർഡിങ്സിൽ രണ്ട് ക്ലോസുകൾ പറയുന്നു. ഒരു ക്ലോസ് 178 ഓർക്കേണ്ട കാര്യം അതാണ്, ഇത് എക്സ്പെർട്ടുകൾ പറയുന്നു ഡെപ്യൂട്ടി സ്പീക്കർ വേണം. സോ വാട്ട് ആർ ദ റൂൾസ് ഫോർ എലക്ഷൻ ഓഫ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് അടുത്തത് ചോദിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് റൂളുകൾ. അപ്പൊ അവിടെ പറയുന്നു ഇലക്ടഡ് മെമ്പേഴ്സ് എമംഗ് ദ ലോക്സഭ മെമ്പേഴ്സ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പീക്കറുടെ കേസിൽ ഇതുപോലെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്പീക്കറെ എലക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭയാണ് വോട്ട് ചെയ്യുക. ഓക്കെ, ലോക്സഭയിലെ MP-മാരായി വന്നവരാണ് വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറുടെ കേസിൽ അവിടെയുള്ള മെമ്പേഴ്സ് തന്നെയാണ് വോട്ട് ചെയ്യുക. ഓക്കെ, ലോക്സഭയിലേക്കുള്ള കേസാണ് ഇത് പറയുന്നത്. സ്റ്റേറ്റിലാണെങ്കിൽ അസംബ്ലി. ഓക്കെ, ദെൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അണ്ടർ ആർട്ടിക്കിൾ 94 ആൻഡ് ആർട്ടിക്കിൾ 179 ഫോർ ദ സ്റ്റേറ്റ് അസംബ്ലീസ് ദ സ്പീക്കർ ഓർ ഡെപ്യൂട്ടി സ്പീക്കർ ഷാൾ വെക്കേറ്റ് ഹിസ് ഹൗസ് ഇഫ് he ceases to be a member of the house of the people. They may also resign or may be removed from the office resolution. അപ്പൊ അത് പറയുന്നതെല്ലാം തന്നെ രാജിവെക്കാവുന്നതിനെ കുറിച്ചിട്ടും മൂവ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ടോപ്പിക് അതാണ്. നമ്മൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇനിയും പല സെഷനുകളിൽ വരും. അപ്പൊ നമുക്ക് അതിന്റെ നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ ഇവിടെ നെക്സ്റ്റ് ഒരു എന്താണ് ടോപ്പിക്കാണ് ചൈനാസ് സാമ്പിൾ റിട്ടേൺ ലൂണാർ മിഷൻ എന്ന് പറയുന്നതാണ്. ഇവിടെ പ്രത്യേകത ചൈനാസ് ചാങ്സ് 6 എന്ന് പറയുന്നതാണ്. ഓൺ ട്യൂസ്ഡേ became the first spacecraft to bring back samples from the far side of the moon as a part of the earth never gets to see. So അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ഭാഗമുണ്ട് ചന്ദ്രന്. മൂൺ നമ്മൾ സാധാരണ നോക്കിയാൽ കാണുന്നതാണ്. സോ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്നത് ചന്ദ്രന്റെ വൺ പാർട്ട് ഓഫ് ദ, അല്ലെങ്കിൽ വൺ സൈഡ് ഓഫ് ദ മൂൺ ആണ്. അനദർ പാർട്ട് എന്ന് പറയുന്നത് അതെന്താണ്, ഇരുട്ടാണെന്ന് പറയും. ഇരുട്ടെന്ന് പറഞ്ഞാൽ കാണുന്നില്ല, റിഫ്ലക്ട് ചെയ്യപ്പെടാത്ത ഭാഗമാണ്. അവിടെ നിന്ന് എന്ത് സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, ചൈനയുടെ ഒരു ലൂണാർ മിഷൻ ഉണ്ടായിരുന്നു. ലൂണാർ മിഷന് വേണ്ടിയിട്ട് അവിടുന്ന് കുറെ സാമ്പിളുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോ ഇന്ത്യാസ് ചന്ദ്രയാൻ 4 മിഷൻ വിച്ച് ഈസ് കറന്റ്ലി അണ്ടർ ഡെവലപ്മെന്റ് ബൈ ദ ISRO will be also be a sample return mission
ചന്ദ്രയാൻ 3 landed about 600 kilometers from the south pole of the moon last year. ഇതേപോലെ തന്നെ ഇന്ത്യ നമ്മളുടെ ഒരു ISRO നടത്തിയ മിഷനും ഇതേപോലെയായിരുന്നു. അതിൽ ചന്ദ്രനിൽ കാണാൻ പറ്റാത്ത അതിന്റെ സൗത്ത് പോളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ലാൻഡ് ചെയ്യിപ്പിച്ചത്. സോ അവിടെ നിന്ന് ഇതുപോലെ കളക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. ചന്ദ്രയാൻ 4 എന്ന് പറയുന്ന മിഷൻ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ സാമ്പിൾ കളക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ചൈനയുടെ ഈ ലാൻഡറിനെ കുറിച്ചാണ്. ഇവിടെ എഴുതിയിട്ടുള്ളത് ദ ലാൻഡർ descended on moon's surface on June 1st and spent 2 days collecting the samples, rocks and soil from the oldest and largest lunar craters. അതുപോലെ തന്നെ ലാൻഡർ വാസ് ലോഞ്ച്ഡ് അസെൻഡ് മൊഡ്യൂൾ. ഓക്കെ, അത് അതിനെ കളക്ട് ചെയ്തതിനെ കുറിച്ച് പറയുന്നു. ഇവിടെ പറയുമ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററിയാണ് പിന്നെ പറയുന്നത്. അതായത് ബാക്ക് ടു 1969 the US Apollo 11 mission brought 22 kg of lunar surface material including 50 rocks to Earth. സോ അവിടെ ചിന്തിക്കേണ്ട കാര്യം അതാണ്. അമേരിക്ക നടത്തിയ മിഷൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. സോ അമേരിക്കയുടെ സ്പേസ് ഏജൻസിയുടെ പേരെന്താ? അമേരിക്കൻ സ്പേസ് ഏജൻസി നാസ. ഓക്കെ, സോ അമേരിക്കൻ സ്പേസ് ഏജൻസിയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്പേസ് ഏജൻസി ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്ക ഹാവ് അതർ സ്പേസ് ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ സ്പേസ് റൂളുകൾ ഉണ്ട് അമേരിക്കയിൽ. ഇന്ത്യയിലെ പോലെയല്ല. ഇന്ത്യയിൽ നമ്മൾ സാധാരണ ഒരു പൗരന്, ഒരു വ്യക്തിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റലൈറ്റ് തന്നെ ഉണ്ടാക്കി അയക്കാനൊന്നും പോസിബിൾ അല്ല. അതിന് പെർമിഷൻ വേണം. വിത്ത് ദ പെർമിഷൻ ഓഫ് ISRO, വിത്ത് ദ പെർമിഷൻ ഓഫ് ഹോം മിനിസ്ട്രി. സോ അങ്ങനെ കുറച്ച് അതിന്റെ റൂളുകൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇതൊക്കെ വരുന്നുണ്ട്. സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നുണ്ട്. സ്പേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് PMO ആണ്. ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ അണ്ടറിലാണ് സ്പേസ് മിനിസ്ട്രി വരുന്നത്. അപ്പോ ISROയും വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോ ഇന്ത്യയിലെ കുറച്ച് റൂളുകൾ ഡിഫറൻസ് ആണ്. അമേരിക്കയിൽ എന്നാൽ പ്രൈവറ്റ് കമ്പനികൾ വരെ എന്ത് ചെയ്യാം, ദ ക്യാൻ സ്റ്റാർട്ട് സ്പേസ് ഷിപ്പ് അല്ലെങ്കിൽ സ്പേസ് പ്രോഗ്രാമുകൾ നടത്താം. അതിന് സാങ്ഷൻ കിട്ടുന്നത് വളരെ ഈസിയാണ്. സ്റ്റിൽ ചില കേസുകളിൽ ഇത്തിരി ഇഷ്യൂ ഉണ്ട് എങ്കിൽ പോലും അവിടെ അങ്ങനെ എല്ലാത്തിനും എന്തില്ല, സ്ട്രിക്റ്റ് സാങ്ഷനുകളിന്റെ ഇഷ്യൂസ് ഇല്ല. അതുകൊണ്ടാണ് അമേരിക്ക വളരെ ഓപ്പൺ ആണ് എന്ന് പറയുന്നത്. ഓപ്പൺ ഫോർ സ്പേസ് ടെക്നോളജി, ഓപ്പൺ ഫോർ മേക്കിംഗ് മണി. ആക്ച്വലി അതൊരു ബിസിനസ് ആണ്. അതാണ് ഒരു കാരണം. നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി. സോ ഇലോൺ മസ്ക് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, സോ ഇവിടെ അപ്പൊ അതിന്റെ സ്പേസ് ക്രാഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ചെയ്തിരിക്കുന്നു. 1969 US Apollo 11. ദെൻ സെപ്റ്റംബർ 1970 സോവിയറ്റ് ലൂണ 60 മിഷൻ. ലൂണ 60 മിഷൻ എന്ന് പറയുന്നത് സോവിയറ്റിന്റെ ആയിരുന്നു. അതുപോലെ ചാങ് E5, the predecessor of ചാങ് E6 brought back 2 kilo of, അത് 2020 ചൈന ലോഞ്ച് ചെയ്തതാണ്. All these samples, however, came from the near side of the moon. അതായത് ഇങ്ങനെ കളക്ട് ചെയ്തതെല്ലാം മുൻപ് കളക്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇതെല്ലാം കളക്ട് ചെയ്തിരുന്നത് നിയർ സൈഡ് ഓഫ് ദ മൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതും എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നതുമായ മേഖലയിൽ നിന്നാണ് ഈ പറയുന്ന സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തത്. എന്നാൽ ഡിഫിക്കൾട്ട് ടെറൈൻ, giant craters and the difficulty in communicating ground control made it challenging to land spacecraft on the side that never faces the Earth. And moon is tightly locked with the Earth. We see only one side of the other. നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇവിടെ ഇന്ത്യ ലോഞ്ച് ചെയ്തതും ഇപ്പോ ചൈന ശേഖരിച്ചതുമെല്ലാം തന്നെ other part of the moon ആണ്. It is very difficult to collect the evidence, means the sample, because അത് ആ ഏരിയ എന്ന് പറയുന്നത് വളരെ ടെറൈൻ തന്നെ ഡിഫറെന്റ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ടെറൈൻ അല്ല. എന്നാൽ നമുക്ക് കാണുന്ന ടെറൈൻ തന്നെ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ മൂണിന്റെ വിസിബിൾ ആയിട്ടുള്ള ഭാഗം വളരെ, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ പറയുന്നത് ചന്ദ്രന്റെ മുകളിൽ കുറെ കുഴികളും അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് പറയും. സോ ആക്ച്വലി അത് അങ്ങനെ തന്നെയാണ് ഈ സൈഡ്. എന്നാൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ടെറൈനാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നത്, കാണാൻ പറ്റാത്ത ഭാഗം. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ ഓക്കെ യെസ്, ഓഡിബിൾ കട്ടാവുന്നുണ്ടോ? ഓക്കെ, അനുഷ ഞാൻ കണ്ടു, മെസ്സേജ് കണ്ടു. ഓഡിബിൾ ആണോ ഇപ്പോ? ഹലോ. ഓക്കെ യെസ്. ഓക്കെ, ഓഡിബിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോ യെസ്
അനുഷ മെസ്സേജ് ഇട്ടത് നന്നായി. സോ ഇടയ്ക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക. ഓക്കെ. സോ നെക്സ്റ്റ്, അപ്പൊ ഇവിടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 4 മിഷനെ കുറിച്ചും പറയുന്നുണ്ട്, വിച്ച് ഈസ് കറന്റ്ലി അണ്ടർ ഡെവലപ്മെന്റ് ബൈ ദ ISRO. വിൽ ഓൾസോ ബി സാമ്പിൾ റിട്ടേൺ മിഷൻ. ചന്ദ്രയാൻ 3 അത് നമ്മളിപ്പോ പറഞ്ഞതാണ്. അപ്പോ ചന്ദ്രയാൻ മിഷൻ വരുന്നുണ്ട്. ഇതുപോലെ ഇന്ത്യയുടെ തന്നെ അറിയാലോ, ഇത് വേറെയും സ്പേസ് മിഷൻസ് ഇന്ത്യയുടെ വരുന്നുണ്ട്. അതില് ISRO എന്താണ് വളരെയധികം ISRO ലോകത്തിൽ തന്നെ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ടു ന്യൂ ഹൈറ്റ്സ് എന്ന് പറയാം, വിത്ത് സം ചലഞ്ചസ്. ഓക്കെ, ISRO നമ്മൾ ഇന്ത്യ പോലുള്ള ഫേസ് ഇഷ്യൂ, ടാലന്റ് എന്ന് പറയുന്നതാണ് കൂടുതൽ. അതായത് നമ്മളുടെ ISRO എല്ലാം വർക്ക് ചെയ്യുന്നത് വളരെയധികം സ്കിൽഫുൾ ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ഫണ്ടാണ്. അപ്പൊ അമേരിക്ക സ്പേസ് ക്രാഫ്റ്റുകളോ അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മണി. അതിനുവേണ്ടി പ്രൈവറ്റ് മണി, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ബിസിനസ് പേഴ്സൺസ് ഓൾസോ ഇൻവൈറ്റഡ് ടു ദ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി. അപ്പൊ അവിടെ കൂടുതലും അത് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ പറഞ്ഞ ഇലോൺ മസ്ക് അല്ലെങ്കിൽ ആമസോൺ കമ്പനിയുടെ ഓണർ ആയിരുന്ന ജെഫ് ബെസോസ് ഇതുപോലെ ആകാശത്തേക്ക്, സ്പേസിലേക്ക് പോയിരുന്നു. അപ്പോൾ മാത്രമല്ല അവരതിനെ ഫോക്കസ് ചെയ്യുന്നതെല്ലാം വളരെ ഫോർകാസ്റ്റ് ആണ്, വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ആൻഡ് അവർ ടൂറിസം സ്റ്റാർട്ട് ചെയ്തു ഏകദേശം എന്ന് പറയാം. അപ്പൊ അത് അമേരിക്ക തന്നെയായിരിക്കും ആ മേഖലയിലും ഫസ്റ്റ് അത് കോമൺ പീപ്പിൾസ് ഫ്രണ്ട്ലി ആക്കി തുടങ്ങാൻ സാധ്യത. അതായത് സ്പേസിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന രീതി അതിപ്പോ ഉണ്ട്, പക്ഷെ അത് കൊമേഴ്ഷ്യലൈസ് ആയി വരും ഭാവിയിൽ മിക്കവാറും. അപ്പോ ഓക്കെ, അങ്ങനെയുള്ള ടെക്നോളജി എല്ലാം ഡെവലപ്പ് ആവുന്നുണ്ട്. സോ നെക്സ്റ്റ്, കോട്ടൺ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. According to Ministry of Textiles, cotton consumption by textile industry during the current marketing season, October 2023 to September 24, is one of the highest in this decade എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കോട്ടൺ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഒന്ന്, കോട്ടന്റെ ഹിസ്റ്ററി നോക്കിയാൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് റീജിയൻ ആണ്. അതിൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനും അതൊക്കെ പറയുന്നതാണ്. ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് കോട്ടൺ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കോട്ടൺ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ കാരണം ഒന്ന്, വാട്ടർ, അതായത് റിവർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതലുള്ള റിഗർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കറുത്ത മണ്ണ്, പരുത്തി മണ്ണ് എന്ന് വിളിക്കുന്ന മണ്ണിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇന്ത്യയുടെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട്. സോ നമ്മള് ഈ പരുത്തി പറയുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കുറെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളുണ്ട്. തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഫേമസ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ലോകത്തിൽ തന്നെ അങ്ങനെ പറയപ്പെടുന്ന ഒരു നഗരമാണ് മാഞ്ചസ്റ്റർ. അപ്പൊ ഇന്ത്യയിൽ ഇതുപോലെ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന നഗരം ഏതാണ്? മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈസ് ഇൻ UK അല്ലെങ്കിൽ ലണ്ടൻ, ബ്രിട്ടനിലാണ് മാഞ്ചസ്റ്റർ. മാഞ്ചസ്റ്റർ ഈസ് ഫേമസ് ഫോർ ഒന്ന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, വേറൊന്ന് തുണിയും തുണിത്തരങ്ങളുമാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഫേമസ് ആണ്. അപ്പൊ ഇന്ത്യയിൽ ഇതുപോലെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്ന നഗരം ഏതാണ്? ഏതാണ് അനുപമ? അഹമ്മദാബാദ്. അഹമ്മദാബാദ്. യെസ്, കറക്റ്റ്, അഹമ്മദാബാദ്. അപ്പോ അഹമ്മദാബാദ് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാ? അഹമ്മദാബാദ് ഏത് സ്റ്റേറ്റിലാ? ഗുജറാത്ത്. ഗുജറാത്തില്. ഓക്കെ, ഗുജറാത്തിന്റെ ക്യാപിറ്റല് ഗാന്ധിനഗർ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ പഠിച്ചു പോവാം. അപ്പോൾ അഹമ്മദാബാദ് ഈസ് നോൺ ആസ് ദ ക്യാപിറ്റൽ ഓഫ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ല, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. ഈ മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് വിളിക്കുന്ന നഗരം ഏതാ? ഇതേപോലെ ഞാൻ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ, ബാക്കി ഇത്തരത്തിൽ കുറെ ഉണ്ട് ക്വസ്റ്റ്യൻസ്. സോ മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ, മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ ഏതാണ്? അപർണ, എനി ഐഡിയ? മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഏതാണ്?
കോയമ്പത്തൂരാണോ? കോയമ്പത്തൂർ. യെസ്, കോയമ്പത്തൂരാണ്. ഓക്കെ, തമിഴ്നാടു. ഓക്കെ, അപ്പൊ അത്തരത്തിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇടയിൽ ചോദിച്ചേ ഉള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ എന്താണ് പിക്ക് ആൻഡ് ത്രോ എന്ന് പറയുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പൊ MCQ ക്വസ്റ്റ്യൻസ് മോഡലുകളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകാവുന്ന കുറെ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് എക്സാമുകൾക്കൊക്കെ. പക്ഷെ ഇതൊരു നമുക്ക് ഓവറോൾ സ്റ്റഡി ആവുന്നില്ല. ഇറ്റ്സ് ഓൺലി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ശരിയാണ്, നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാണ്. ബട്ട് അത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം പല രീതിയിലും എന്തായി കഴിഞ്ഞു, ഇല്ലാതായി തുടങ്ങി എന്നും പറയാം. അപ്പോൾ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ, മാഞ്ചസ്റ്റർ ഓഫ് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഏഷ്യ എന്നൊക്കെ പറഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ അഹമ്മദാബാദ് പറഞ്ഞു, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്, നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് കാൺപൂരാണ്. അതുപോലെ തന്നെ ഏഷ്യ എന്ന് പറയുന്നുണ്ട്. ഏഷ്യ എന്ന് പറയുന്നത് ജപ്പാനിലാണ് വരെ, ക്യോട്ടോ എന്ന് പറയുന്ന നഗരമാണ് ഏഷ്യയിലെ. സോ ഇതൊക്കെയാണ്, അതൊരു ഓവറോൾ വരുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ്, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോട്ടൺ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. ഇവിടെയൊക്കെയാണ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ അഹമ്മദാബാദ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു നഗരമാണ്. കോയമ്പത്തൂർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കോയമ്പത്തൂർ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റിയാണ്. അവിടെ തുണിത്തരങ്ങളുടെ ഒരു വിപണിയാണ്. അത് ഇപ്പോൾ അങ്ങനെ ഒരു വിപണി മാത്രമായിട്ട് പറയാൻ പറ്റില്ല, എല്ലായിടത്തും ഉണ്ട്. തിരുപ്പൂർ എന്ന് പറയുന്നത് ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ സ്ഥലമാണ്. അതിൽ തിരുപ്പൂര് ബനിയൻ ഫാക്ടറികളുടെ ഒരു കോൺസെൻട്രേറ്റഡ് കാലത്ത് ഇല്ലാതായി. ഇപ്പോ എക്സ്പോർട്ട് ഓറിയന്റഡ്. സോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ നോക്കാം. ഇന്ത്യ ഈസ് ബിലീവ്ഡ് ടു ബി ദ ഒറിജിനൽ കോട്ടൺ പ്ലാന്റ്. അതാണ് നമ്മളിപ്പോ കുറച്ച് മുമ്പ് പറഞ്ഞത്. അതായത് കോട്ടണുമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ റീജിയനിലാണ്. അതിൽ ഇന്ന് ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ബിക്കോസ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു റീജിയൻ മൊത്തത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ്, ഏരിയ ആണ്. അപ്പോൾ ഇത്രയും ഏരിയയിൽ ആണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. ലോകത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് അതുപോലെ ന്യൂസുകളിൽ ഉണ്ടായിരുന്നു, കോട്ടൺ ആദ്യമായിട്ട് എന്ത് ചെയ്തു, കൃഷി ചെയ്ത സ്പേസിൽ, ഇന്ത്യയിലല്ല, ഭൂമിയിലല്ല, സ്പേസിൽ ആദ്യമായിട്ട് ചൈന കോട്ടൺ കൾട്ടിവേഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഇവിടെ എഴുതിയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ്, ഓൾവേസ് സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ദ കോട്ടൺ ഗ്രോയിങ് ഏരിയാസ് was lost to Pakistan during partition. India's acreage has increased considerably over the past 50 years, and cotton occupies 4.7% of the total cropped area in the country. Cotton is Kharif crop, 6 to 8 months to mature. Okay, അപ്പോൾ ഖാരിഫ്, റാബി, സയ്ദ് എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് കൃഷി രീതികളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഖാരിഫ് എന്ന് പറഞ്ഞാൽ അത് ഈ 3ഉം ഒരു ഓർഡർ, ഖാരിഫ്, റാബി, സയ്ദ്. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്ന് മഴക്കാലം, മറ്റേത് മഞ്ഞുകാലം, ദെൻ വേനൽക്കാലം. ഇതാണ് പോകുന്നത്. അപ്പോൾ മൺസൂൺ സീസൺ പ്ലസ് രണ്ടാമത് പറയുന്നത് റാബി എന്ന് പറയുന്നത് വിന്റർ സീസൺ, ആൻഡ് സയ്ദ് എന്ന് പറയുന്നത് സമ്മർ സീസൺ ആണ്. അപ്പോൾ ഇതിൽ മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഴ വേണം, നല്ലപോലെ മഴ, വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ്. വിന്റർ സീസണിൽ മഴ വേണ്ട. സമ്മർ സീസണിലാണെങ്കിൽ മഴ കിട്ടില്ല, അറിയാം. ബട്ട് ആ സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവുന്നത് ആക്ച്വലി ആ സമയങ്ങളിലാണ് കൂടുതലും. എന്നാൽ ഇപ്പോൾ സീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സീസണൽ അല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ബട്ട് ഇതാണ് ഇന്ത്യയിലെ ഒരു അക്കോർഡിംഗ് ടു ദ സീസണൽ എന്നുള്ള കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ മൺസൂൺ റിലേറ്റഡ് ആയിട്ട് കൃഷി ചെയ്യുന്ന അങ്ങനെയാണ്. സോ ഇവിടെ പറയുന്ന കോട്ടൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഖാരിഫ് ക്രോപ്പ് ആണ്. ഓക്കെ, bright sunshine during growth and clear sky during flowering are essential. Local soil for cotton cultivation is well drained and capable of moisture. Okay, then black cotton soil is preferred എന്ന് പറയുന്നുണ്ട്. അതായത് മണ്ണൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതുണ്ടാവണമെങ്കിൽ ആക്ച്വലി അതിന്റെ സോയിൽ എന്ന് പറയുന്നത് ലാവ, അതായത് സാധാരണ മണ്ണിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതല്ല, കാലങ്ങളായിട്ട് അത് ഫോം ചെയ്തിട്ടുള്ള മണ്ണിലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കേരളത്തിലൊന്നും കോട്ടൺ ഉണ്ടാവില്ല, ബിക്കോസ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് സോയിൽ കിട്ടുന്ന സ്ഥലം ഇല്ല, കുറവാണ്. അതുള്ള ബ്ലാക്ക് കോട്ടൺ സോയിൽ ഉള്ളത് മഹാരാഷ്ട്രയിലുണ്ട്, മഹാരാഷ്ട്രൻ റീജിയനിലുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആക്ച്വലി. അതുപോലെ അഹമ്മദാബാദിലൊക്കെ ഉണ്ട്, നമ്മൾ ഏത് പറയുന്നത് ഗുജറാത്തിൽ കുറച്ചുണ്ട്, പക്ഷേ കൂടുതലും മഹാരാഷ്ട്രയാണ് അതിൻ്റെ ഒരു സെന്റർ എന്ന് പറയാം. ഓക്കെ, ദെൻ മറ്റുള്ള സ്റ്റേറ്റുകളും ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. UP ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. പ്ലസ് പിന്നെ
ബംഗാൾ റീജിയനിൽ കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് കുറച്ച് റീജിയനുകൾ, അതായത് ഗുജറാത്ത്, മഹാരാഷ്ട്ര ആൻഡ് തെലങ്കാന, അതർ റീജിയൻ മധ്യപ്രദേശ്, കർണാടക, ആന്ധ്ര, തമിഴ്നാടു, പഞ്ചാബ്, ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ്, ഇത്ര എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ മുമ്പ് പറഞ്ഞ പോലെ ഗുജറാത്തിലാണ്. ഗുജറാത്ത് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കോട്ടൺ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഉള്ളത് ബോംബെ, മഹാരാഷ്ട്രയിലാണ്. അതായത് മഹാരാഷ്ട്രയിൽ നമ്മൾ ബോംബെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ടെക്സ്റ്റൈൽ കമ്പനികൾ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പൊ എന്താണ് റെയ്മണ്ട് എന്ന് പറയുന്ന കമ്പനിയൊക്കെ അവിടെ നിന്നാണ് അതിന്റെ ബിഗിനിങ് എല്ലാം. അത്തരത്തിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ടെക്സ്റ്റൈൽ കമ്പനികളുടെയും ഫാക്ടറികളായിട്ട് ഉണ്ടായിരുന്നത് ബോംബെയിലായിരുന്നു. ഓക്കെ, അടുത്തത് ജിയോ ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ജിയോ എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. നമ്മൾ ജിയോ കമ്പനി ഉണ്ട് റിലയൻസിന്റെ, അതിന്റെ സ്പെല്ലിംഗ് അറിയാമല്ലോ, JIO. ഇവിടെ GEO ആണ്. ജിയോ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു ജിയോഗ്രഫി. ഓക്കെ, ജിയോഗ്രഫി കണക്ഷൻ ഉണ്ട്, എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഓക്കെ, ജിയോളജിക്കൽ ആണ് ഇവിടെ പറഞ്ഞത്, ജിയോഗ്രഫി അല്ല, ജിയോളജി. ഓക്കെ, സംതിങ് കോമൺ, അതുമായിട്ട് റിലേഷൻ ഉള്ള. ജിയോളജിക്കൽ conservations seek to ensure the survival of the best representative example of India's geological features, and even so that presents the future generations can appreciate more the world's best natural laboratories. Despite international progress in the field, geoconservation has not. Okay, adine kurichulla context aanu. Background parayunnathu, with a landscape that ranges from the world's greatest peaks to low lying coastal plain, India showcases a diverse morphology evolved over billions of years. India's temptless geological past is recorded in its rocks and terrains and should be considered as one of the non-cultural heritage. അപ്പോൾ ഇത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ പ്രത്യേകതകളെ കുറിച്ചും ജിയോളജിക്കൽ കോൺസെപ്റ്റുകളെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ ഇത് പറയാൻ കാരണം, ഒന്ന് ജിയോളജിക്കൽ സർവേ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ടെറൈനുകളെ കുറിച്ചും ഇതിനെ കുറിച്ചെല്ലാം പഠനം നടത്തുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളെ എന്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്? ഓക്കെ 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 ഇപ്പോ ഇസ് ഇറ്റ് ഓഡിബിൾ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ 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 സോ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ടേം എഴുതിയിട്ടുണ്ട് 2001, അതായത് മാമുൽ കേവ് ഇൻ മേഘാലയ വാസ് ഡിസൈൻഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ബൈ യുനെസ്കോ ഇൻ 2001. There are 34 notified national geological heritage monument site in India. GSI or the respective state governments are the responsible for taking necessary measures to protect these sites. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജിയോളജിക്കൽ സൈറ്റുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന് വെറും ഒരു ജിയോളജിക്കൽ സൈറ്റ് മാത്രമല്ല, ഇറ്റ് ഈസ് നോൺ ആസ് ജിയോ ഹെറിറ്റേജ് സൈറ്റ്. അപ്പൊ ഇതിനെ ഒരു പുരാവസ്തു, അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മാരകങ്ങളാണ്. ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ സാംസ്കാരിക അല്ലെങ്കിൽ പൈതൃകം എന്നുള്ള കോൺസെപ്റ്റിൽ പറയുന്നു. അപ്പൊ ജോഗ്രഫിക്കൽ ഹെറിറ്റേജ് ഉണ്ട് അവിടെ, ജിയോളജിക്കൽ ഹെറിറ്റേജ് ഉണ്ട്. അപ്പൊ ചില കേവുകള് ഇവിടെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പറഞ്ഞിരിക്കുന്ന കേവ് ആണ് മേഘാലയയിലെ ഒരു കേവ്. ഇതുപോലെ 34 നോട്ടിഫൈഡ് പ്ലേസുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത്തരം പ്ലേസുകൾ അതിൽ, അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് എന്തായാലും ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഓർക്കണം, കാരണം ഇന്ത്യയിൽ ആദ്യത്തെ അതൊരു ക്വസ്റ്റ്യനുമാണ്. ഫസ്റ്റ് ഇന്ത്യൻ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആണ് യുനെസ്കോ അനൗൺസ് ചെയ്തത് 2001 ഇന്ത്യയിലെ. അത് മേഘാലയയിലാണ്. അപ്പൊ അതിന്റെ പേര് അറിയണം, മൗമുൽ എന്ന് വിളിക്കാം. അത് സ്പെല്ലിംഗ് UH കൂടി ഉണ്ട്. അപ്പോൾ മൗമുൽ എന്ന് പറയുമ്പോൾ MAWMLUH ആണ്. ഓക്കെ, സോ ഇതിന്റെ പ്രത്യേകത പോലെ, അതായത് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി യുനെസ്കോ പല ടൈപ്പ് ഹെറിറ്റേജുകളുണ്ട്. അപ്പൊ ഇതില് ജിയോ ഹെറിറ്റേജുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ ദ ഹെറിറ്റേജ്, ആക്ച്വലി അത് ജിയോളജിയാണ്. നമ്മളുടെ കൂടി പ്രശ്നമായത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സിഗ്നിഫിക്കൻസ് പറയുന്നതാണ്. They serve as educational hubs for learning about geology and contribute to the
അണ്ടർസ്റ്റാൻഡിങ് എർത്ത്സ് ഹിസ്റ്ററി. അപ്പൊ ഇതില് നമ്മളിപ്പോ ഇന്ത്യയിലാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ നമുക്കറിയുന്ന സ്ഥലമാണ് വയനാട്ടിലുള്ള ഒരു ഗുഹ. ഏതാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട കേവ്? വയനാട്ടിലെ കേവ് ഏതാ? എനി ഐഡിയ? ഹലോ, ഓഡിബിൾ അല്ലേ? അതെ സർ, കേൾക്കാം. വയനാട്ടിലുള്ള കേവ് ഏതാ? വയനാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കേവ്. ഓക്കെ, അപർണ. ഓക്കെ, ആൻസർ പറ. യെസ്, ഓക്കെ, എടക്കൽ കേവ്. ഓക്കെ, എടക്കൽ കേവ് എന്ന് പറയുന്നത് ഒരു കേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരുപാട് കേവുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഹെറിറ്റേജ് ആവണമെങ്കിൽ, ജിയോ ഹെറിറ്റേജ് ആവണമെങ്കിൽ ഇറ്റ് ഹാസ് ടു പ്രൂവ് സംതിങ്. അല്ലെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു എവിഡൻഷ്യൽ കോൺസെപ്റ്റ് ഇതുപോലെ വേണം. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് അത് എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. സോ എടക്കൽ കേവ് അത്തരത്തിൽ ഉള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ഡോക്യുമെന്റ് നോക്കാം. ഓക്കെ, ഓക്കെ, അനുഷ. ഓക്കെ, സൽമ. യെസ്, ഫൈൻ. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഇസ് ഇറ്റ് ഓഡിബിൾ നൗ? ഓക്കെ ആണോ? കേൾക്കാം സർ. ഓക്കെ, അനുഷ അല്ല, അനുഷയ്ക്കല്ല. ഓക്കെ, എന്തോ ടെക്നിക്കലി പ്രശ്നമില്ല. ഇപ്പൊ ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ ആണോ? യെസ് സർ, കാണാം. ഓക്കെ, ഒട്ടും കേൾക്കുന്നില്ലെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, സോ ഇത് ക്ലിയർ അല്ലെങ്കിൽ ഓക്കെ അല്ലല്ലോ. സോ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ട്സ് ഇൻ JP Morgan ഇൻഡെക്സ് ഫ്രം June 28. അപ്പോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, ബോണ്ട് എന്താണ്? ഈ ബോണ്ട് എന്നുള്ള കോൺസെപ്റ്റ് അറിയണം. ബോണ്ടുകളെ കുറിച്ച് അറിയുന്നതായിരിക്കും. നമ്മൾ ബോണ്ടുകൾ എന്ന് പറയുന്ന ബോണ്ട് പേപ്പേഴ്സ് ഉണ്ട്. നമ്മളൊരു ഉറപ്പിന് വേണ്ടി കൊടുക്കുന്നതാണ് ബോണ്ടുകളൊക്കെ. ബോണ്ട്, ഡിബഞ്ചർ, ഷെയർസ് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം നമ്മൾ പണം, രണ്ടുപേര് തമ്മിലുള്ള എഗ്രിമെന്റ്. അപ്പൊ അത് പ്രകാരം കടം കൊടുക്കുന്ന പോലെയാണ്. കടമല്ലാതെ പണം വാങ്ങാം, അല്ലെങ്കിൽ അതൊരു നിക്ഷേപ പദ്ധതിയാണ് ആക്ച്വലി ബോണ്ടുകൾ. ഈ ബോണ്ട് എന്ന് പറയുന്നതിൽ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ഈവൻ ദ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് ബോണ്ടുകൾ ഉണ്ട് ഒരുപാട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ അത് പൗരന്മാർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന്റെ ആപ്പ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ റിസർവ് ബാങ്ക് കോമൺ പീപ്പിളിന് വേണ്ടിയിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഓഡിബിൾ അല്ലേ? ഇപ്പോ ഒന്നും കേൾക്കുന്നില്ല അല്ലേ? കേൾക്കാം സർ. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് ഗ്രിഗറിക്കാണോ? ഓക്കെ, ചിലർക്ക് കേൾക്കുന്നില്ല, ചിലർക്ക് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ എന്തോ ഇഷ്യൂ ഉണ്ടാവാം. ഇപ്പൊ കേൾക്കുന്നുണ്ട്, നേരത്തെ ഒന്നും കേട്ടായിരുന്നില്ല. അതെ, ഓക്കെ, ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ.
So Indian government bonds in JP Morgan index from June 28 എന്ന് എഴുതിയിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ എന്ത് ചെയ്തിരിക്കുന്നു, ജെ പി മോർഗൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്, ഇറ്റ്സ് ഇന്റർനാഷണൽ കമ്പനിയാണ്. അവരൊരു മോർഗൻ ആൻഡ് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ ഗ്രൂപ്പാണ്. അവർ ഇൻവെസ്റ്റേഴ്സും ആണ്, ആൻഡ് പ്ലസ് അവര് ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുന്നുണ്ട് ജെ പി മോർഗൻ. സോ അങ്ങനെ ഒരു വലിയ കമ്പനിയാണ്. അപ്പൊ അവര് ഇറക്കുന്ന വളരെ പ്രശസ്തമായ ബോണ്ടുകളുണ്ട്. അപ്പൊ ഈ ബോണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഗവൺമെന്റ് അത് വേണമെങ്കിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ പണം അതിൽ നിക്ഷേപിക്കുകയാണ്. നമ്മളിപ്പോ സാധാരണ ഒരു വ്യക്തി ബാങ്കിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയറുകളിലോ ഒക്കെ നിക്ഷേപിക്കുന്ന പോലെ ഗവൺമെന്റും ഇത്തരത്തിലുള്ള ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള വിശ്വസിക്കാൻ, ഗവൺമെന്റിന്റെ കേസിലാണെങ്കിൽ അതിന് എന്തുണ്ട്, ഒരുപാട് പഠനങ്ങളുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തന്നെ നേരിട്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തന്നെ വാങ്ങണം എന്നല്ല, ഗവൺമെന്റിന് വേണ്ടി ഇത് ആര് വാങ്ങും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തന്നെ ഏതെങ്കിലും കമ്പനികളോ, സോ ഇങ്ങനെയുള്ളവരെ കൊണ്ട് അത് എന്ത് ചെയ്യുക, വാങ്ങിപ്പിക്കുക. അപ്പൊ അങ്ങനെ അത് വാങ്ങിക്കുകയോ, അത് വലിയൊരു വരുമാന മാർഗമാണ്. ബിക്കോസ് നമ്മൾ ഇന്റർനാഷണലി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് പണം ലഭിക്കുക, ഇൻട്രസ്റ്റ് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ഒരു വ്യക്തി ചെയ്യുന്ന പോലെ തന്നെയാണ് രാജ്യങ്ങളും ചെയ്യുന്നത്. കടം അല്ലെങ്കിൽ ലോണുകൾ ഉണ്ടായിരിക്കും പദ്ധതികൾക്കായിട്ട്. അതുപോലെ തന്നെ കുറെ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പദ്ധതികളിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകത ജൂൺ 28 മുതൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ബോണ്ടുകൾ ജെ പി മോർഗൻ ഇൻഡെക്സിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഇൻക്ലൂഷൻ ഓഫ് ഡൊമസ്റ്റിക് ബോണ്ട് ടു ഗ്ലോബൽ ഇൻഡിസസ് വിൽ ഹെൽപ്പ് ബ്രിങ് ഇൻ ഡോളർ ഇൻഫ്ലോസ് ഇൻ ടു ഇന്ത്യ ആൻഡ് എൻഷുർ എ സ്റ്റേബിൾ ഫിനാൻസിങ് ഓഫ് ദ കറന്റ് അക്കൗണ്ട് ഗ്യാപ്പ് ഓഫ് ദ കൺട്രി എന്ന് പറയുന്നു. ഇതൊരു എക്കണോമിക് ആംഗിളിലുള്ള സംഭവമാണ്. നമുക്ക് ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റുകളും ഇതിന്റെ ഈ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് എന്തായാലും പറയാം. ബിക്കോസ് നമുക്ക് ഇനി നമ്മളന്ന് പറഞ്ഞാണ് ബഡ്ജറ്റ് സെഷൻ വരുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് സെഷൻ വരുന്ന സമയത്ത് ബഡ്ജറ്റ് സെഷനെ കുറിച്ച് കൂടി സ്പെസിഫൈ ചെയ്തിട്ട് നമുക്കൊരു ക്ലാസ് പറയാം എന്തായാലും. അപ്പൊ അതിൽ ഇത്തരത്തിലുള്ള കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റുകൾ, ഇങ്ങനെയുള്ള കുറെ ടെർമിനോളജികളുണ്ട്. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷെ ആ ടെർമിനോളജികൾ എക്കണോമിക്സ് ആംഗിളിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ പ്രത്യേകത പറയുന്നു, ഇത്തരത്തിലുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ എന്ത് വരും, മണി സപ്ലൈ, അതായത് എന്ത് വരും, ഡോളർ വരും. അതായത് ഇറ്റ് വിൽ ബ്രിങ് ദ ഡോളർ ഇൻഫ്ലോസ് ഇൻ ടു ഇന്ത്യ ആൻഡ് എൻഷുർ എ സ്റ്റേബിൾ ഫിനാൻസിങ് ഓഫ് ദ കറണ്ട് അക്കൗണ്ട് ഗ്യാപ്പ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒന്നുമില്ല, ഡോളറിന്റെ വരുമാനം, ഡോളർ ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും, ഗവൺമെന്റിന് ഡോളർ കയ്യിൽ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഡോളർ കിട്ടിയാൽ എന്താണ് ഗുണം എന്ന് ചോദിക്കാം. ഡോളർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വാല്യുവേഷനുള്ള നമ്മളുടെ റുപ്പിയേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറൻസിയാണ്. അപ്പൊ നമുക്ക് അത് കുറെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് കൈകാര്യം ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ വേറെ രാജ്യമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, ഇപ്പൊ സൗദി അറേബ്യ അല്ലെങ്കിൽ ഇറാൻ ഓർ ഓസ്ട്രേലിയ, ഇങ്ങനെ പല പല രാജ്യങ്ങളായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഓരോയിടത്തും ഓരോ കറൻസികളായിരിക്കും. സോ നമുക്ക് നമ്മളുടെ കറൻസിയും അവരുടെ കറൻസിയും യൂസ് ചെയ്യുന്നതിനേക്കാൾ വി ബോത്ത് യൂസ് ദ മ്യൂച്വൽ കറൻസി ഓഫ് ഡോളർ. രണ്ടുപേർക്കും പറ്റിയ ഡോളർ ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഒരുപാട് ഡോളർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈസിയാണ് ട്രാൻസാക്ഷൻ. ബിക്കോസ് ഡോളർ നമ്മൾ കൊടുക്കുന്നു, പക്ഷെ റുപ്പിക്ക് അതുകൊണ്ട് സത്യത്തിൽ ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. റുപ്പി എന്ന് പറയുന്നത് നമ്മൾ റുപ്പിയിൽ ചെയ്താൽ മാത്രമാണ് റുപ്പി എന്താവുക, സ്ട്രോങ് ആവുക. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇന്ത്യയുടെ ഉള്ളിലുള്ളവർക്ക് ലാഭമാണ്, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എക്സ്പോർട്ട് പോലെയാണ്. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക്, ഇന്ത്യക്കാരായവർ തന്നെ പുറത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡോളർ ആണ് ഏറ്റവും നല്ലത്, ഡോളറിൽ സാലറി കിട്ടുന്നതാണ് നല്ലത്. ഇപ്പോൾ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരന് ഡോളറിൽ ആണ് എന്ത് ലാഭം, ഡോളറിൽ കിട്ടുന്നതാണ് അയാളെ സംബന്ധിച്ച് ലാഭം. അപ്പൊ അതായത് ഡോളറിന് ഇപ്പൊ ഇവിടെ നമുക്ക് അവിടെ ഒരു ഡോളർ കിട്ടിയാൽ അത് ഈക്വലൻ ടു ഇന്ത്യൻ റുപ്പി 84 സംതിങ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് 80+ ആയിട്ടുണ്ട്. അപ്പോൾ 80 എന്ന് കണക്കാക്കാം. അപ്പൊ അതായത് ഒരു ഡോളറിന് 80 രൂപ. അപ്പൊ അയാൾക്ക് കിട്ടുന്നത് ഒരു $10,000 ആണെങ്കിൽ 10,000 × 80 ചിന്തിച്ചാൽ അറിയാം അത്ര. അപ്പൊ അതിനും കൂടുതൽ എന്തുണ്ടാവും, വലിയ സാലറി കിട്ടും. ഇതിനെ ആ വ്യക്തി അവിടെ നിന്ന് ഇവിടേക്ക് അയക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ലാഭമാണ്. മാത്രമല്ല അയാൾക്ക് അവിടെ അത് കിട്ടുന്നത് റുപ്പിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാഭമായിട്ട് തോന്നും. പക്ഷെ അമേരിക്കയിൽ തന്നെ സ്ഥിരതാമസമാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് വലിയൊരു സാലറി ആവണമെന്നില്ല. ബിക്കോസ് അവിടെ ചെലവുണ്ട്, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്.
എന്നാൽ അമേരിക്കയിൽ ജോലി ചെയ്ത് ഇന്ത്യയിലേക്ക് പണം അയക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് വളരെ വലിയ ലാഭം ഉണ്ടാവും. ബിക്കോസ് അവിടെ ഡോളറിന് വില കൂടുന്നതിനനുസരിച്ച് ദേ ക്യാൻ സെൻഡ് മോർ മണി. ഓക്കെ, അതായത് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് 8 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും, അത്രയും ഇരട്ടിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് അതാണ് JP മോർഗൻസ് അനൗൺസ്മെന്റിനെ കുറിച്ചൊക്കെ. ഓക്കെ, ഇപ്പോ ഓക്കെ അല്ലേ? ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ആ സർ കേൾക്കുന്നുണ്ട്. ഇപ്പം കേൾക്കാം. ഓക്കെ, സോ ആ ഓക്കെ, ഇപ്പോഴാണോ കേട്ടത്? ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? സുകൃത, സൗമ്യ, സൂരജ്, സനത്, കേൾക്കാനുണ്ട് സർ. സൽമ ഓക്കെ അല്ലേ? സൽമ മെസ്സേജ് ഞാൻ കണ്ടു. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? സൽമ, മേഘ, ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നതാണ് വാട്ട് ആർ ദി ഇമ്പാക്ട് ഓഫ് ബോണ്ട് ഇൻക്ലൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്ന. അക്കോർഡിംഗ് ടു എക്സ്പേർട്സ് ദ മൂവ് കുഡ് ലീഡ് ടു fresh active flows in the debt market, which remains under penetrated on external financing. According to estimate by some economists, India is likely to receive $2 billion to $2.5 billion every month during the 10-month period. അപ്പോൾ ഇതിന്റെ പ്രത്യേകത പറയുന്നതാണ്, നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും. ഇതിൽ പറയുന്നതാണ്, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് വരും. ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ JP മോർഗൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് വർക്കിംഗ് ആവുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ഒരുപാട് വരും. അതായത് കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ ബോണ്ടുകളാണ് ഈ JP മോർഗൻ ഇൻഡെക്സിൽ എന്ത് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നത്. അപ്പോൾ JP മോർഗൻ ഇൻഡെക്സിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അത് ഡോളറിലേ പറ്റുള്ളൂ. അപ്പോൾ ഡോളറിലേക്ക് കൊടുക്കുമ്പോൾ ഇതിന്റെ ഇൻട്രസ്റ്റ്, അതായത് ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെന്ത് കിട്ടും, റിട്ടേൺ കിട്ടും. നമുക്ക് രൂപയായിട്ട്, രൂപ എന്ന് പറഞ്ഞാൽ മീൻസ് കറൻസി ആയിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും. ഈ റിട്ടേൺ കിട്ടുന്നത് ഇറ്റ് വിൽ റിസീവ് ഇൻ ഡോളർ. അപ്പൊ ഡോളറിന്റെ വരുമാനം അല്ലെങ്കിൽ ഡോളറിന്റെ വരവ് കൂടും. അതാണ് പ്രത്യേകത. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലുള്ള ഒരു വ്യക്തി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അമേരിക്ക അതിനെന്ത് തരും, റിട്ടേൺ തരും. ഈ റിട്ടേൺ കിട്ടുന്നത് എങ്ങനെ, ഡോളറിൽ. അപ്പൊ ആ ഡോളർ ഇൻഫ്ലോ, അതായത് ഇന്ത്യയിലേക്കുള്ള ഡോളറിന്റെ വരവ് കൂടും. ഈ ഡോളർ ഇൻഫ്ലോ ഉണ്ടായാൽ അതിന്റെ ഗുണം എന്ന് പറയുന്നത് വി ഹാവ് മച്ച് ഡോളർ. കാരണം നമ്മൾ ഈ ഗോൾഡ് ഒക്കെ പറയുന്ന പോലെ തന്നെയാണ് അമേരിക്കൻ കറൻസി ആയ ഡോളറിന്റെയും പ്രത്യേകത. വെരി എക്സ്പെൻസീവ് അല്ലെങ്കിൽ വെരി വാല്യുബിൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നതാണ്. അതായത് എല്ലാ രാജ്യങ്ങളും ഡോളർ വാങ്ങിക്കൂട്ടാൻ എന്ത് ചെയ്യുന്നു, വളരെയധികം ശ്രമിക്കുന്നു. എന്നാൽ അത്ര വളരെ സൂപ്പർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ബിക്കോസ് എല്ലാം നമ്മൾ ഇപ്പോൾ ഡോളറിലാവണമെന്നില്ല. അപ്പൊ റഷ്യയുമായിട്ടും ഒക്കെ നമ്മൾ പല രാജ്യങ്ങളും അതിൽ നിന്ന് വിട്ടുപോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു മൊണോപ്പൊളി, വളരെ അതിശക്തമായ മൊണോപ്പൊളി ഒന്നും ഇപ്പോൾ ഇല്ല. ബിക്കോസ് യൂറോപ്പിലൊന്നും അങ്ങനെ ഇല്ല. റഷ്യയുടെ സപ്പോർട്ടീവ് കൺട്രീസ് ഒന്നും ഇല്ല. ചൈന അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് അത്ര നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ റഷ്യ ഒക്കെ പറയുന്നത് വി ക്യാൻ ട്രൈ, അതായത് നമ്മൾ എന്ത് വാങ്ങുന്നു, ഓയിൽ വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്ന്. റഷ്യ പറഞ്ഞ കാര്യം, ഓയിൽ നിങ്ങൾ വാങ്ങൂ, ഞങ്ങൾ തരാം. കാരണം അവരുടെ കയ്യിൽ ഒരുപാട് ഓയിൽ ഉണ്ട്. മാത്രമല്ല അവര് ഒരു സപ്പോർട്ടീവ് മെഷർ പോലെ പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ട്രേഡിന്റെ പണം എങ്ങനെ തന്നാൽ മതി, യു ക്യാൻ ഗിവ് യുവർ റുപ്പി, അതായത് റുപ്പിയിൽ കൊടുത്താൽ മതി. അപ്പൊ അതൊരു ഇന്ത്യയെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം ഇന്ത്യൻ റുപ്പി ഇന്ത്യയുടെ കയ്യിലുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ റുപ്പിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൊടുക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ റുപ്പിക്ക് എന്ത് വരും, ഡിമാൻഡ് വരും. റുപ്പി എന്ന് പറയുന്ന കറൻസിക്ക് ഡിമാൻഡ് വരും. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. സോ അത് പക്ഷേ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും പറയില്ല റുപ്പിയിൽ തന്നോളൂ ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറയില്ല. അപ്പൊ റഷ്യ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് അവിടുത്തെ ഒരു പോയിന്റ് വരുന്നത്. അപ്പോ നെക്സ്റ്റ് റൈമോണ നാഷണൽ പാർക്ക്. ഓക്കെ, ഇത് ആസാമിലെയാണ്. നമ്മൾ ആസാമിലെ ഒരു നാഷണൽ പാർക്കിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ റൈമോണ നാഷണൽ പാർക്കിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് മെയിൻലാൻഡ് സെറോ, എ വൾണറബിൾ മാമൽ സ്പീഷീസ് റെക്കഗ്നൈസ്ഡ് ബൈ IUCN
ഹാസ് ബീൻ സൈറ്റഡ് ഇൻ ആസാംസ് റൈമോണ. അപ്പൊ ഒരു വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, എൻഡേഞ്ചേർഡ് എന്നല്ല വിളിക്കുന്നത്, ഇവിടെ പറയുന്നത് വൾണറബിൾ മാമൽ സ്പീഷീസ് എന്നാണ്. ഓരോ വാക്കിനും പ്രത്യേകത ഉണ്ട്. അതായത് ഞാനന്ന് പറഞ്ഞിരുന്നു, അതായത് IUCN വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ all kinds of mammals or species which is endangered അല്ലെങ്കിൽ അത് extinct, vulnerable എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നതാണ് വൾണറബിൾ സ്പീഷീസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് മാമലിനെ കണ്ടെത്തി. അപ്പോ റൈമോണ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത കോൺട്രിബ്യൂട്ട്സ് ടു ദ ഗ്രേറ്റർ മനാസ് ലാൻഡ്സ്കേപ്പ്, സ്ട്രെങ്തനിങ് കൺസർവേഷൻ എഫർട്സ് ഇൻ ദ റീജിയൻ. ഓക്കെ, സോ പിന്നെ അതിൽ പറഞ്ഞത് അതിന്റെ വെജിറ്റേഷൻ ജോഗ്രഫിയും പ്രത്യേകതയൊക്കെയാണ്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ ഓക്കെ, അതിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ബൗണ്ടറിയിൽ ദ പാർക്ക് ഷെയർസ് നോർത്തേൺ ബോർഡർ വിത്ത് ഭൂട്ടാൻസ് പിപ്സു വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, അതായത് ഭൂട്ടാനിലെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് റൈമോണ ബോർഡർ ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ പാർട്ട് മാർക്ക്ഡ് ബൈ സങ്കോഷ് റിവർ ഫോമിംഗ് ദ ഇന്റർസ്റ്റേറ്റ് ബൗണ്ടറി ബിറ്റ്വീൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം. അതൊരു വേറൊരു ബോർഡർ ആണ് ഇതിന്റെ. ഈസ്റ്റേൺ പാർട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ സരൽബംഗ റിവർ, ആൾസോ നോൺ ആസ് സ്വർമംഗ, ഫ്ലോയിങ് സൗത്ത്വേർഡ് ഫ്രം ഭൂട്ടാൻ സർഫങ് ഡിസ്ട്രിക്ട്. ഇതെല്ലാം ഇതിന്റെ ബോർഡർ ആണ്. സോ ജസ്റ്റ് ആ പേരുകളൊന്ന് അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ടെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത്, ഭൂട്ടാനിലെ ഒരു നാഷണൽ പാർക്കുമായിട്ട്, ചില കേസുകളിൽ അതാണ്, ഭൂട്ടാനിലെ ഒരു നാഷണൽ പാർക്കുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു നാഷണൽ പാർക്ക് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെ അതാണ് പ്രത്യേകത. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ റൈമോണ ഈസ് ഷെയറിംഗ് നോർത്തേൺ ബോർഡർ വിത്ത് ഭൂട്ടാൻസ് പിപ്സു വൈൽഡ് ലൈഫ് സാങ്ച്വറി. അവിടെയുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയിൻലാൻഡ്, ഈ പറയുന്ന ജീവിയുടെ മെയിൻലാൻഡ് സീറോ എന്ന് പറയുന്ന മാമലിന്റെ പ്രത്യേകതയാണ്. ഇറ്റ് ഇസ് ബിറ്റ്വീൻ ഗോട്ട് ആൻഡ്, അതിന്റെ പ്രത്യേകത ആണ് ദ മാമൽ റിസംബ്ലിംഗ് എ ക്രോസ് ബിറ്റ്വീൻ എ ഗോട്ട് ആൻഡ് എൻ എൻറ്റ്ലോപ്പ്. സോ ഇതിന്റെ രണ്ടിന്റെയും ഒരു മിക്സ്ചർ ആണ് ഇത്. 200 മുതൽ 300 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ്, അതായത് കുറച്ച് തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ 200 മുതൽ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഹില്ലി ടെറൈനിലാണ് താമസിക്കുന്നത്. പിന്നെ ഓക്കെ, അതിന്റെ പ്രത്യേകതകൾ പിന്നെ പറഞ്ഞിരിക്കുന്നു. അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും റോയൽ മനാസ് നാഷണൽ പാർക്ക് ഭൂട്ടാനിലുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടാസ്ക് ഫോഴ്സ്. ഇത് നമ്മൾ മുമ്പ് ഇതുപോലെ ഇതും പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ഇടയ്ക്ക് വരാറുള്ള ടോപ്പിക്കാണ്. ഇത് ഇടയിൽ പെട്ടെന്ന് പറഞ്ഞു പോയ ടോപ്പിക് ആയിരുന്നു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെയുള്ളതാണ്. ഇതില് ഇവിടത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഔട്ട്കം in the mutual evaluation conducted during 23-24 by the Financial Action Task Force. അപ്പോൾ ഇതിൽ ഓക്കെ, അടിയിൽ എഴുതിയിട്ടുള്ള പോയിന്റ് ആണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട്. അതായത് റെക്കഗ്നൈസ് ഇന്ത്യസ് ഹൈ ലെവൽ ഓഫ് ടെക്നിക്കൽ കംപ്ലയൻസ് വിത്ത് ആന്റി മണി ലോണ്ടറിംഗ്, കൗണ്ടറിംഗ് ദ ഫിനാൻസിംഗ് ഓഫ് ടെററിസം, കൗണ്ടർ പ്രൊലിഫറേഷൻ ഓഫ് ഫിനാൻസിംഗ് റിക്വയർമെന്റ്സ്. അപ്പൊ ഇതായത് ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് വിളിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ലോകത്തില് പല രാജ്യങ്ങളും തമ്മിൽ എന്തുണ്ടാവും, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ FATFന്റെ ലിസ്റ്റ് ഉണ്ട്, റെഡ് ലിസ്റ്റ് എന്നും ഗ്രീൻ ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ലിസ്റ്റുകളുണ്ട്. അപ്പൊ അതിൽ നോക്കും ഈ രാജ്യം, അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ട്രേഡ് ഉണ്ടെങ്കിൽ ഇന്ത്യ നോക്കുക പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ FATFന്റെ ലിസ്റ്റില് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അത് അത്രയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡിൽ പോലും ബാധിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഇപ്പൊ ബംഗ്ലാദേശുമായിട്ട് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ബംഗ്ലാദേശ് ഒരു FATF ലിസ്റ്റ് പ്രകാരം വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് എന്ന് കണ്ടാൽ പല രാജ്യങ്ങളും എന്ത് ചെയ്യില്ല, ആ രാജ്യവുമായിട്ട് ട്രേഡ് ചെയ്യില്ല. അപ്പൊ അത്തരത്തിൽ പല രാജ്യങ്ങളും അങ്ങനത്തെ ലിസ്റ്റുകളിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ പെട്ട് കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് അവർക്ക് സാങ്ഷൻസ് വരും. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ നിരോധനം വരും. അപ്പോ അവർ ആ ലിസ്റ്റ് എടുത്ത് നോക്കും. നമ്മളിപ്പോ ലോണൊക്കെ ബാങ്കുകൾ കൊടുക്കുന്ന പോലെയാണ്, ഇവർക്ക് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ നോക്കും. അപ്പോ ഇവര് ഈ പറഞ്ഞ പോലെ രാജ്യം എന്തെങ്കിലും രീതിയിൽ ടെററിസം ഫണ്ടിങ്ങോ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് ഇൻ ഫണ്ടിങ് എന്ന് പറയാം, അതായത് പണം
ഗുരുതരമായ രീതിയിൽ ചെലവഴിക്കുക, അല്ലെങ്കിൽ അനാവശ്യമായി ചെലവഴിക്കുക, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ ട്രേഡ്. മെയിൻ ജോലി. ഓക്കെ, ഇവിടെ കൊടുത്ത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. expanded its mandate to incorporate and combat the terrorism funding. അതായത് ജനറലി പറയുന്നതാണ്. ഇതിന്റെ പോയിന്റ് അത്രേ ഉള്ളൂ, FATF എന്നുള്ള പോയിന്റ്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്, എപ്പോഴും ചർച്ചയിൽ വരുന്നതാണ്, പോക്സോ എന്ന് പറയുന്നത്. പോക്സോ അതായത് പ്രിവെൻഷൻ സോറി ഇപ്പോ ഓഡിബിൾ ആണോ? എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഐ തിങ്ക് ലെറ്റ്സ് കൺക്ലൂഡ് ദ സെഷൻ. നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ പറയാം. പോക്സോ തൊട്ടുള്ള നെക്സ്റ്റ് സെഷനിൽ പറയാം. ഓക്കെ, കുഴപ്പമില്ല, ഇത് ക്ലിയർ അല്ലെങ്കിൽ ഇഷ്യൂ ആണല്ലോ. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദ സെഷൻ.